ബി.ജെ.പിയിൽ ശുദ്ധികലശത്തിൻ്റെ ഒരു ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അമിത്ഷാ തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു എന്നതാണ്. പ്രത്യേകിച്ചും കേരള ബി.ജെ.പി ആകെ അടിപിടിയും ഗ്രൂപ്പ് തർക്കവും കൊണ്ട് ആടി ഉലയുകയാണ് കേരള ബി.ജെ.പി എന്ന് പറയുന്നത്. അപ്പം എന്ത് തരത്തിലുള്ള ശുദ്ധികലശത്തിനാണ് അമിത്ഷാ തയ്യാറാവുന്നത്? ആ പുതിയ റിപ്പോർട്ടുകൾ എന്താണ്? എനിക്ക് തോന്നുന്ന ഗൗതം, ഒരു ശുദ്ധികലശം ബി.ജെ.പിയിൽ വേണം. ആ പാർട്ടി എവിടെയൊക്കെയോ അടിപതറുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബി.ജെ.പിക്കാരല്ലാത്തവർ പോലും, പ്രത്യേകിച്ച് അണികൾ അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ബി.ജെ.പിക്കാരല്ലാത്ത ബി.ജെ.പിയെ സ്നേഹിക്കുന്ന ആളുകൾ, ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടി വളരണമെന്ന് ആഗ്രഹിക്കുന്ന കട്ടസംഖ്യകളല്ലാത്ത കുറെ ആളുകളുണ്ട്. അവർ പോലും ആഗ്രഹിക്കുന്നുണ്ട് ബി.ജെ.പിയിൽ ഒരു മാറ്റം വേണം. എന്താണ് ആ മാറ്റം? ആ മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കെ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരൂ. കെ സുരേന്ദ്രൻ ആ തലപ്പത്ത് നിന്ന് പോയാൽ ബി.ജെ.പി ഇപ്പൊ അങ്ങ് കേരളം മുഴുവൻ താമര വിരിയിക്കും, താമരക്കാലമായിരിക്കും എന്നൊന്നും ഞാൻ പറയുന്നു. കെ സുരേന്ദ്രനെതിരെ വരുന്ന ആരോപണങ്ങൾ, അദ്ദേഹത്തിന് നേരെ വരുന്ന കുറ്റങ്ങളൊക്കെ ഇതിലൊക്കെ ശരിക്കും വാസ്തവമുണ്ടോ? ഇതിലൊക്കെ വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു വളരെ മോശം നേതാവാണോ? അല്ല, നേതൃപാടവമില്ലാത്ത ഒരു നേതാവാണെന്ന് ഞാൻ പറയും. കാരണം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് സുരേന്ദ്രനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സുരേന്ദ്രൻ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു എം.പി സംഭവിച്ചത്. അത് സുരേന്ദ്രന്റെ കഴിവൊന്നുമല്ല, അത് സുരേന്ദ്രന്റെ മിടുക്കല്ല. അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന കൊടുക്കണ്ട. അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ജനങ്ങൾ കണ്ട് വോട്ടിട്ടതിനപ്പുറം തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ജില്ലാ അധ്യക്ഷൻ കൂടിയായ അനീഷിന്റെ മികച്ച പ്രവർത്തനങ്ങൾ, തന്ത്രങ്ങളൊക്കെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടാനും സുരേഷ് ഗോപി ജയിക്കാനും ഉള്ള 2 കാരണങ്ങൾ എന്നുള്ളതാണ്. സുരേഷ് ഗോപി ജയിച്ചതിലെ ക്രെഡിറ്റ് സുരേന്ദ്രന് കൊടുക്കണ്ട. പക്ഷെ പാലക്കാട് കൃഷ്ണകുമാർ തോറ്റതിന്റെ പങ്കും കൊണ്ടുവന്ന് സുരേന്ദ്രന്റെ തലയിലും വെക്കണ്ട. കാരണം നോക്കൂ, ഇതിൽ ശോഭാ സുരേന്ദ്രൻ, നമ്മൾ സുരേന്ദ്രനെ മാത്രം, കെ സുരേന്ദ്രനെ മാത്രം എന്തിനിവിടെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് നേരെ കുതിര കയറുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും അദ്ദേഹമാണ് കാരണക്കാരൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഗ്രൂപ്പ് അംഗങ്ങൾ കൂടി സുരേന്ദ്രനെതിരെ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഈ പ്രസിഡന്റ് സ്ഥാനം തെറിപ്പിക്കാനുള്ള കളികളല്ലേ നടത്തുന്നത്. ഇപ്പം ആരെയാണ് അപ്പം നമുക്കിവിടെ നല്ലവരായിട്ട് ചിത്രീകരിക്കാൻ പറ്റുക? ശോഭാ സുരേന്ദ്ര പക്ഷമുണ്ട്, ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ കൃഷ്ണദാസിനെയൊക്കെ അനുകൂലിക്കുന്ന വലിയൊരു പക്ഷമുണ്ട്. അവരൊക്കെ ചേർന്ന് സുരേന്ദ്രനെതിരെ നടത്തുന്ന നീക്കമായി കൂടെ ഇതൊക്കെ ആയിരിക്കാം. പാർട്ടിക്കകത്ത് നമ്മളിപ്പോ കെ സുധാകരനും വി ഡി സതീശനും കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും ഉമ്മയ്ക്കുകയും ചെയ്യും. പക്ഷെ രണ്ട് ഭാഗത്താണെന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും അറിയാം, മാധ്യമങ്ങൾക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. എങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഐക്യമാണ് ഇപ്പം കോൺഗ്രസിൽ സംഭവിച്ചു. അത് നമ്മൾ കണക്കാക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിലാണ് ഐക്യമാണ് നമുക്ക് മനസ്സിലായി. ഐക്യത്തിനെ കുറിച്ച് അവർക്ക് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നു പോകുന്നത്. പക്ഷെ നേരെ തിരിച്ച് കേരള ബി.ജെ.പിയിലാണൊക്കെ ഗ്രൂപ്പ് തർക്കങ്ങൾ കൊണ്ട് ആ ഒരു പാർട്ടി ആടി ഉലയുകയാണ്. പാലക്കാട് പോലും ശക്തി കേന്ദ്രമായിരുന്ന പാലക്കാട് നഗരസഭയിൽ പോലും വോട്ടുകൾ കിട്ടിയില്ല, പല പഞ്ചായത്തുകളിലും വോട്ടുകൾ കിട്ടിയില്ല. അങ്ങനെ വോട്ടിന്റെ ഒരു വലിയ ഇടിവ് അവിടെയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം 8-9% വോട്ട് വിഹിതം കുറവാണ് ഇത്തവണ. ശരിയാണ്. പാലക്കാട് വോട്ട് വിഹിതം നഗരപ്രദേശങ്ങളിലൊക്കെ ബി.ജെ.പി പ്രതീക്ഷിച്ചിരുന്ന ഒരു വോട്ട് കിട്ടിയില്ല എന്നുള്ളത് സുരേന്ദ്രന്റെ തലയിൽ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ആ സ്ഥാനാർത്ഥിക്ക് എതിരെ വലിയൊരു വികാരം അവിടുത്തെ അണികൾക്കിടയിൽ നിന്ന് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നഗരസഭയിലെ 8ഓളം കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് വരുമെന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാർക്ക് ഉറപ്പ് കൊടുത്തത്. പക്ഷെ സന്ദീപ് വാര്യർ പോയതിനു ശേഷം പാർട്ടിക്കുണ്ടായ ഒരു ഇടിവ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരാരും നീങ്ങാത്തത്. പിന്നീട് CKP അദ്ദേഹം അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ള ചില അപസ്വരങ്ങൾ എവിടെ നിന്നൊക്കെ വന്നു. അദ്ദേഹം വിയറ്റ്നാമിലേക്ക് പോയി. പിന്നീട് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. പക്ഷെ നമ്മൾ അവിടെ നോക്കേണ്ട കാര്യം, സുരേന്ദ്രൻ അധ്യക്ഷനായി ഇരിക്കുമ്പോൾ തന്നെയാണ് ചേലക്കരയിൽ ബി.ജെ.പിക്ക് 10,000-ഓളം വോട്ട് കിട്ടിയത്. ബി.ജെ.പി സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ബി.ജെ.പി എല്ലാ തവണയും വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നത്. വോട്ടിംഗ് ഷെയർ കൂടുന്നത്, വോട്ടിംഗ് ശതമാനം കൂടുന്നത് ഒക്കെ അങ്ങനെയാണ്. 2019-20 ആണ് സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്നത്. നല്ല കാര്യങ്ങൾ നല്ലതെന്ന് തന്നെ നമ്മൾ പറഞ്ഞു പോകണം. സുരേന്ദ്രൻ ഒരു മോശം നേതാവായാൽ ഒരുപക്ഷെ ബി.ജെ.പി ഇത്രയും വളരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിൽ അത്രയും കാസർഗോഡ് പോലുള്ള മണ്ഡലത്തിൽ അത്രയും വിജയ സാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയാണ് താനെന്ന് തെളിയിച്ച ആളാണ്
മഞ്ചേശ്വരത്ത് ആളാണ് കെ സുരേന്ദ്രൻ. ഒരു വട്ടം നിയമസഭയിൽ മത്സരിച്ചപ്പോൾ 78 80 അത്ര എന്തായാലും വോട്ടുകൾക്കാണ് അദ്ദേഹം പിന്നിലായത്, തോറ്റുപോയത്. പിന്നീട് ലോക്സഭയിലാണെന്ന് തോന്നുന്നു, കറക്റ്റാണോ എന്നറിയില്ല, 5000 സംതിങ് വോട്ടുകൾക്കാണ് അദ്ദേഹം തോറ്റുപോയത്. രാഹുൽ ഗാന്ധിയോടൊപ്പം മത്സരിച്ചിട്ട് 2ാം സ്ഥാനത്ത് വന്ന ആളാണ് സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അന്ന് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമാക്കി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിവാദം കത്തി നിൽക്കുമ്പോഴും അദ്ദേഹം കോൺഗ്രസിന്റെ ഉറച്ച മണ്ണായ വയനാട് അദ്ദേഹം 2ാം സ്ഥാനത്ത് വന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ നിസ്സാരനാക്കി നമ്മൾ കളയണ്ട. ഇവിടെ അമിത്ഷാ എത്തുന്നത് ഒരു ശുദ്ധികലശം BJP-യിൽ ആവശ്യമാണ്. ശുദ്ധികലശം സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷനെ തെറിപ്പിച്ചുകൊണ്ട് മാത്രമേ നടക്കുള്ളൂ എന്നാണ്. ഇല്ല, ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ ഇപ്പോ സുരേന്ദ്രൻ രാജ്യയിലേക്ക് പോകുന്നു സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. ഏതോ മാധ്യമ പ്രവർത്തകർ എവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതി തള്ളുന്നത് അദ്ദേഹം തന്നെ പറയുന്നു, ഈ ചവറുകളൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്ന്. സുരേന്ദ്രനെ മാറ്റണമെങ്കിൽ ഇതിനു മുന്നേ ഒരുപാട് മുറവിളികൾ. ഇപ്പൊ ഏറ്റവും നല്ല അധ്യക്ഷനായി ഞാൻ കാണുന്നത് കുമ്മനം രാജശേഖരനെയാണ്. അദ്ദേഹം അധ്യക്ഷ പദവിയിലേക്ക് വരണമെന്ന് ഇവിടെ താണികൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അധ്യക്ഷനാണ്. കുമ്മനം രാജശേഖരനുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിസ്വാർത്ഥനായിട്ടുള്ള ഒരു പ്രവർത്തകനാണ്. വളരെ സ്വാത്വികനായിട്ടുള്ള അട്ടിയുറച്ച ആശയത്തിന്റെ ബോധ്യമുള്ള ഒരാളാണ് അദ്ദേഹം. സീറ്റിന് വേണ്ടിയിട്ട് മത്സരിക്കുകയോ പണത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തിയല്ല കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാർട്ടിക്ക് അതീതമായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ വളരെ ബഹുമാനത്തോടുകൂടി, ഇവൻ പിണറായി വിജയൻ അടക്കം വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു നേതാവാണ് കുമ്മനം രാജശേഖരൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, കുമ്മനം വന്നപ്പോൾ പറഞ്ഞു ശ്രീധരൻപിള്ള വരണമെന്ന്, ശ്രീധരൻപിള്ള വന്നപ്പോൾ പറഞ്ഞു സുരേന്ദ്രൻ വന്നാലേ പാർട്ടി നന്നാവുള്ളൂ. അണികൾ ഇങ്ങനെ ഓരോരുത്തരെയായി കൊണ്ടുവരാൻ വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക. ആ മുറവിളി നിന്നും കേന്ദ്രം ശ്രദ്ധയിൽപ്പെടുത്തി. കേന്ദ്രത്തിനറിയാം കെ സുരേന്ദ്രൻ ഉണ്ടായപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ കേരളത്തിലെ BJP-യിൽ വന്നു എന്നുള്ളത്. ആ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ മാറ്റങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ കേന്ദ്രം ഇപ്പോ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ കിടന്ന് പറയുന്നു സുരേന്ദ്രൻ ഇപ്പൊ മാറും, പോസ്റ്റർ പിന്നെ കോഴിക്കോട് മാരാജി ഭവനിൽ പിന്നെ പോസ്റ്റർ വരുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു. അത് കൈകൊണ്ട് എഴുതിയ പോസ്റ്റർ വരുന്നത്. സാധാരണ നമ്മൾ പ്രിന്റ് എടുത്ത പോസ്റ്റർ ഒക്കെയാണ് കാണുന്നത്, ഇത് കൈകൊണ്ട് എഴുതിയ പോസ്റ്റർ. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു? സുരേന്ദ്രൻ മാറിയോ? സുരേന്ദ്രനെ കേന്ദ്രം നേരിട്ട് വന്നിട്ട് സുരേന്ദ്രൻ ഇനി ആ സ്ഥാനത്ത് ഇരിക്കേണ്ട, സുരേന്ദ്രൻ ഇറങ്ങിപ്പോക്കോളൂ, മാറ്റിയോ? ശോഭാ സുരേന്ദ്രൻ വരണമെന്ന് പറഞ്ഞു, വന്നോ? ഇല്ല. കേന്ദ്രത്തിനറിയാം കേരളത്തിലെ BJP ഘടകത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അത് എപ്പോഴാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. പിന്നെ ഗൗതം പറഞ്ഞ ഒരു കാര്യത്തോടി കൂടി പറഞ്ഞിട്ട് ഞാൻ ഗൗതമിന് അവസരം തരാം. കുമ്മനം രാജശേഖരനെ പോലെ ആയിരിക്കില്ല എല്ലാ നേതാക്കളും. രാഷ്ട്രീയത്തിലേക്ക് ഒരു പരിധിവരെ എല്ലാവരും വരുന്നത് സ്ഥാനമാനങ്ങൾ മോഹിച്ച് തന്നെയാണ്. അതില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കുമ്മനത്തെ പോലെ, മോഹൻ ബാബുവിനെ പോലെ, രാജഗോപാലിനെ പോലെ കുറച്ചു പേർ, വിരലിൽ എണ്ണാവുന്ന ആളുകളെ എല്ലാ പാർട്ടിയിലും എനിക്ക് തോന്നുന്നു കരുണാകരനൊക്കെ ഏറ്റവും കൂടുതൽ അധികാരമോഹികളായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പൊ ഉമ്മൻചാണ്ടി മരിച്ച ഉടനെ ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ടാണ് അവിടെ ഉമ്മൻചാണ്ടിയുടെ ഒരു ജനവികാരം, ഉമ്മൻചാണ്ടിക്കുള്ള ഒരു ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് അവിടെ മത്സരിച്ച് ജയിച്ചത്? എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ തന്നെയാണ് വേണ്ടത്. ഇപ്പൊ സന്ദീപ് വാര്യർ എന്തുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയി? സ്ഥാനമാനങ്ങൾ, രാഷ്ട്രീയ മോഹങ്ങൾ അതെല്ലാ പാർട്ടിയിലും എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെ ഇല്ലാത്ത വളരെ കുറച്ച് വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ എല്ലാ പാർട്ടിയിലും ഉള്ളൂ. സുരേന്ദ്രന്റെ അധ്യക്ഷ സ്ഥാനം കാത്തു സൂക്ഷിക്കാനേ അദ്ദേഹത്തിൻ്റെതായ രീതികൾ പറയും, അദ്ദേഹത്തിൻ്റെതായ രീതികൾ എടുക്കും. പിന്നെ ഗ്രൂപ്പിസം ഇല്ലാത്ത കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഇല്ലേ? ഇസഡ് എന്ന് പറയുന്ന ഒരു ലെറ്റർ വരെ ഉണ്ടെങ്കിൽ അതുവരെ കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശുദ്ധികലശത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ ശുദ്ധികലശം എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ ചർച്ചയുടെ ആദ്യം തന്നെയുള്ള വിഷയം എന്ന് പറയുന്നത്. ആ ശുദ്ധികലശം എന്തായിരിക്കണം? എൻ്റെ മനസ്സിലാക്കലനുസരിച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ BJP ഏത് രീതിയിലാണോ പ്രവർത്തിക്കുന്നത് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം കേരളത്തിന്റെ മണ്ണിൽ കാഴ്ചവെക്കാൻ അവർക്ക് വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. കാരണം കേരള ജനത അതിന് വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം നൽകില്ല. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതസ്ഥരെയും മതമൈത്രിയെ സ്വീകരിച്ചുകൊണ്ട്, മതമൈത്രിയെ പുൽകിക്കൊണ്ട് എല്ലാ സമുദായത്തെയും കയ്യിലെടുത്തുകൊണ്ട് മാത്രമേ കേരളത്തിൽ BJPക്ക് വളരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജിയാണ്, അത്തരം രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് അവർ സെറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ കൂടുതൽ വർഗീയത പറയുക, അല്ലെങ്കിൽ ഈ വർഗീയ വിഷയങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആ വിഷയങ്ങൾ സംസാരിക്കേണ്ടതല്ല. വർഗീയത വളരെ രീതിയിൽ, എല്ലാ തരത്തിലും വർഗീയത നമ്മുടെ നാട്ടിൽ വളരെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ വർഗീയത മാത്രം സംസാരിക്കുക, അമ്പല വിഷയങ്ങൾ മാത്രം സംസാരിക്കുക, ഇത്തരം വിഷയങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട്
കേരള മണ്ണിൽ ഒരു വലിയ രീതിയിലുള്ള സ്വാധീനം അവർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ എന്ന് പറയുന്നത്. ജനകീയ പ്രശ്നങ്ങൾ, ജനങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ജനകീയമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത്തരം വിഷയങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തുക, അതിലൂടെയൊക്കെയാണ് ആളുകളുടെ മനസ്സിലേക്ക് ചേക്കേറാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പോൾ ഷാഫി പറമ്പിലിന് പാലക്കാട് വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്തത് മുസ്ലിങ്ങൾ മാത്രമാണോ? അല്ല, ഹിന്ദുക്കൾ വോട്ട് ചെയ്തില്ലേ, ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തില്ലേ? പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്. പക്ഷേ അങ്ങനെ ഒരു BJP കാൻഡിഡേറ്റിന് അങ്ങനെ എല്ലാ മുസ്ലിങ്ങളും വന്ന് വോട്ട് ചെയ്യുന്നു, എല്ലാ ക്രിസ്ത്യാനികളും വന്ന് വോട്ട് ചെയ്യുന്നു, എല്ലാ ഹിന്ദുക്കളും വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒരു BJP കാൻഡിഡേറ്റിന് ആളുകൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ ആ രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്യേണ്ടത്. ഈ BJP സ്ഥാനാർത്ഥിയെ നമുക്ക് ഒരു മുസ്ലിമിനും ഈ BJP സ്ഥാനാർത്ഥി അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്, ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാമെന്നുള്ളൊരു തോന്നലിലേക്ക് എങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്നാണ് BJP നേതൃത്വം ആലോചിക്കുന്നത്. അതായത് കേരളത്തിന് വളരെ പ്രത്യേക രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി തന്നെ വേണം ഇവിടെ പച്ച പിടിക്കണമെങ്കിൽ BJPക്ക് എന്നതാണ് അമിത്ഷാ അടക്കം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് അവർ അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിന് രീതിയിലുള്ള രൂപപ്പെടുത്തലുകളായിരിക്കും വരും ദിവസങ്ങളിലൊക്കെ സംഭവിക്കാൻ വേണ്ടി പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതെ, നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉത്തരേന്ത്യയിൽ താമര വിരിഞ്ഞതുപോലെ അല്ലെങ്കിൽ താമരയുടെ വേരുറച്ചതുപോലെ കേരളത്തിൽ വേരുറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത്. കാരണം അവരും ഇവരും ജനങ്ങളുടെ ഒരു രീതിയും അതെല്ലാം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അത് പടിപ്പടിയായിട്ട് മാത്രമേ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP വളരും, അതിലൊരു സംശയം വേണ്ട. നേതാക്കൾ ആരൊക്കെ മാറിയാലും, നേതാക്കൾ ആരൊക്കെ വന്നാലും, ആരൊക്കെ പോയാലും, ആരൊക്കെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും ഈ പാർട്ടി നിലനിൽക്കും, അതിലൊരു സംശയം വേണ്ട. കരുണാകരൻ പോയെന്നും പറഞ്ഞ് ഇപ്പോൾ കോൺഗ്രസിനെ കേരളത്തിൽ വളർത്തിയ കരുണാകരൻ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി പോയെന്ന് പറഞ്ഞ് കോൺഗ്രസ് തകർന്നിട്ടില്ല. പിന്നെ CPM-ൽ നിന്ന് ഒരാൾ പോയെന്ന് പറഞ്ഞ് പാർട്ടി തകർന്നിട്ടില്ല. പാർട്ടി പ്രത്യയശാസ്ത്രങ്ങളും ആശയങ്ങളിലും മൂന്നി പോകുന്ന ഒരു പാർട്ടി ഒരിക്കലും തകരില്ല, അത് നിലനിൽക്കുക തന്നെ ചെയ്യും. പിന്നെ കുറച്ച് അടിച്ചു തളിച്ച് കുറച്ച് ചാണകമൊക്കെ മെഴുകി നല്ലതുപോലെ തറ വൃത്തിയാക്കണമെങ്കിൽ ഒരു ശുദ്ധി കലശത്തിന്റെ ആവശ്യമുണ്ട്. അത് കൃത്യമായി നടക്കട്ടെ.